വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കണ്ണപുരത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സ്കൂട്ടർ യാത്രക്കാരനെയും റോഡരികിൽ നിൽക്കുന്ന ആളുകളെയും ഇടിക്കുകയായിരുന്നു. കണ്ണപുരം യോഗശാല സ്വദേശി നൌഫൽ, പാപ്പിനിശ്ശേരി വെസ്റ്റ് സ്വദേശി അബ്ദുൾ സമദ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പഴയങ്ങാടി പിലാത്തറ KSTP റോഡിലാണ് അപകടം. കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാനാണ് അപകടത്തിന് ഇടയാക്കിയത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനമ്പത്ത് അച്ഛനും മകനും തൂങ്ങി മരിച്ച നിലയിൽ. പള്ളിപ്പുറം തൃക്കാടപ്പള്ളി സ്വദേശിയായ ബാബുവിനെയും മകൻ സുബീഷിനെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാബുവിനെ വീടിന് പുറകുവശത്തുള്ള മരത്തിലും സുബീഷിനെ മുറിക്കുള്ളിലുമാണ് കണ്ടെത്തിയത്. ഇന്നലെ ബാബുവും സുബീഷും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്ന് സമീപവാസികൾ പറഞ്ഞു. ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സുബീഷ് മുറിക്കുള്ളിൽ കയറി ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രകൃതി സംരക്ഷണത്തിന് എന്ന പേരിൽ ഇടുക്കിയിലെ BJP നേതാവ് ജോണിക്കുട്ടി ഒഴികയിൽ നടത്താൻ ഉദ്ദേശിച്ചത് വൻകിട നിർമ്മാണം. അനധികൃത കയ്യേറ്റം നടത്തിയ ഭൂമി പരിസ്ഥിതി സംരക്ഷണത്തിനായി നീക്കിവെച്ചതായി ജോണിക്കുട്ടി പ്രചരിപ്പിച്ചിരുന്നു. ഈ 80 ഏക്കർ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചിരുന്നു. ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിലെ 3 സർവേ നമ്പറുകളിലായുള്ള 80 ഏക്കർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് കയ്യേറിയത്. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും മുൻ കോളേജ് അധ്യാപകനുമായ ജോണിക്കുട്ടി ഒഴികയിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. ടൂറിസത്തിനായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് ഭൂരേഖ തഹസിൽദാർ കത്ത് നൽകിയതിനെ തുടർന്ന് ഉടുമ്പൻചോല പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ പ്രകൃതി സംരക്ഷണം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നാണ് ജോണിക്കുട്ടി സമൂഹമാധ്യമങ്ങളിലൂടെ വിവരിച്ചത്. 32 വയസ്സുണ്ടായിരുന്ന കാലം മുതൽ പലപ്പോഴായി പണം കൊടുത്ത് വാങ്ങി അന്നു മുതൽ അമൂല്യമായി ഞാൻ സംരക്ഷിച്ചു വരുന്ന പുൽമേടും ചോലയുമാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു ഷോല ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റമാണ്. പശ്ചിമഘട്ടത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ലാത്ത ഒന്നാണ് ഷോല ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. മാൻകുത്തുമേട്ടിൽ കാണുന്ന ഈ ഷോല ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ഇതിനുള്ള പ്രാധാന്യം ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാണ് ഒരു വാണിജ്യ താല്പര്യവുമില്ലാതെ ഇക്കാലം അത്രയും ഈ 30 വർഷം ഞാൻ ഇത് സംരക്ഷിച്ചു പോകുന്നു. കയ്യേറ്റമൊഴിപ്പിച്ച ഭൂമിയിൽ ഷെഡുകൾ നിർമ്മിച്ചിരുന്ന പ്രദേശം തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെന്ന് ജോണിക്കുട്ടി വാദമുന്നയിച്ചിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ഇതിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. 2008 രൂപീകൃതമായ സ്പൈസ് എർത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയെ മുൻനിർത്തിയായിരുന്നു ഇയാളുടെ പ്രവർത്തനം. ഹോട്ടൽ ടൂറിസം രംഗത്തെ നിർമ്മാണങ്ങളും നിക്ഷേപങ്ങളുമാണ് കമ്പനിയുടെ ലക്ഷ്യമായി വിവരിച്ചിരിക്കുന്നത്. ജോണിക്കുട്ടിയും ഇയാളുടെ അടുത്ത ബന്ധുക്കളുമാണ് കമ്പനിയുടെ പ്രധാന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. ഇതേ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി കാറ്റാടികൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുമതി നേടിയെടുത്തിരുന്നു. മറ്റൊരു കമ്പനിയുടെ പേരിൽ കാറ്റാടികൾ സ്ഥാപിക്കുന്നതിനായി വൻ ഭൂമി തട്ടിപ്പ് നടത്തിയതായും ആരോപണമുണ്ട്. മേഖലയിൽ പാറഖനനം ചെയ്ത് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇയാൾ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് റവന്യൂ വകുപ്പ് നിർമ്മാണത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. വ്യാജ ആധാരം ചമച്ച് ഭൂമി വിൽപ്പന നടത്തി പണം തട്ടിയെടുത്തതായി പരാതി. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി കുഞ്ഞുമോനാണ് പരാതിക്കാരൻ. പണം വാങ്ങി കബളിപ്പിച്ചയാൾ സ്വന്തം വീട് എന്ന സ്വപ്നമാണ് ഇല്ലാതാക്കിയത് എന്ന് കുഞ്ഞുമോൻ പറയുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് കുഞ്ഞുമോൻ മാരാമൺ സ്വദേശിയായ ഷമുവിൽ നിന്ന് 3 സെന്റ് ഭൂമി വാങ്ങിയത്. 2 ലക്ഷം രൂപ നൽകി ഭാര്യയുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു. തോട്ടപ്പുഴശ്ശേരി വില്ലേജിൽ പോക്കുവരവ് ചെയ്ത സ്ഥലത്ത് സർക്കാരിന്റെ പദ്ധതിപ്രകാരം വീട് നിർമ്മാണം തുടങ്ങി. എന്നാൽ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ച് വിൽപ്പന നടത്തിയ ആളുടെ സഹോദര പത്നി എത്തിയതോടെയാണ് കുഞ്ഞുമോന്റെ ജീവിതം പ്രതിസന്ധിയിലായത്. വില്ലേജുകാരും പറയുന്നത് രാജുവിൻ്റെ വസ്തു ഈ റോഡ് തൊട്ടപ്പുറത്ത് മെയിൻ റോഡുണ്ട്. ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ 5 സെൻറ്റ് വസ്തു കുടുംബവകയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വസ്തുവാണ് അവന് തരേണ്ടി ഞങ്ങൾക്ക്. പക്ഷേ ചേട്ടത്തിയുടെ വസ്തു അവൻ കട്ടെടുത്ത് ഞങ്ങൾക്ക് തരുമായിരുന്നു. ഞങ്ങളറിഞ്ഞില്ല. ഇപ്പം ചേട്ടത്തി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ
ഇവിടെ വന്ന് എറണാകുളത്ത് അവർ താമസിക്കുന്നത്. അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത്. ഉടമസ്ഥാവകാശം തർക്കത്തിലായതോടെ ഭവന നിർമ്മാണത്തിന് പണമനുവദിക്കാനാവില്ലെന്നായി പഞ്ചായത്ത് അധികൃതർ. അതോടെ വസ്തുവും വീടുമില്ലാത്ത അവസ്ഥയിലായി കുഞ്ഞുമോൻ്റെ കുടുംബം. രാജു യഥാർത്ഥമായിട്ട് ഞങ്ങൾക്ക് തരേണ്ട വസ്തുവിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം അവരുടെയിലുണ്ട്, വില്ലേജറിലുണ്ട്. ഇവരോട് പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾ ആരെല്ലാം വിളിച്ച് രാജുവിൻ്റെ വസ്തു കിടപ്പുണ്ട്, ഈ സ്കെച്ചും പ്ലാനും കൊണ്ടുപോയി നിങ്ങൾ അങ്ങ് അളന്നങ്ങ് എടുക്കാൻ. ഞാൻ എടുക്കാൻ പറ്റുമോ? എനിക്ക് തന്നെ പോയി എടുക്കാൻ പറ്റുമോ? അവരിൽ അളന്ന് തരണ്ടേ അല്ലേ? അപ്പോൾ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് സംഭവം. അവർ ഇതിനകത്ത് കൈയുണ്ട്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഇത് ഇന്നലെ വരെ ഞാൻ അവരുടെ സൈഡായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ അവരെ ഫോൺ ചെയ്ത് അവർ ഫോൺ എടുക്കുന്നില്ല, വില്ലേജ് ഓഫീസർ. വില്ലേജ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണ് ഇടപാടെന്നും കുഞ്ഞുമോൻ ആരോപിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് കുഞ്ഞുമോൻ. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലെന്ന് കോൺഗ്രസ്. പകർച്ചപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതോടെ 6 മാസമായി പട്ടാമ്പി താലൂക്ക് ആശുപത്രി പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ഡോക്ടർമാരെയും ജീവനക്കാരെയും സ്ഥലം മാറ്റിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. ഇപ്പോൾ ആശുപത്രിയിൽ 3 ഡോക്ടർമാരടക്കം 12 ജീവനക്കാരുടെ കുറവുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും രോഗങ്ങളും പിടിപെടുന്നവരുടെ എണ്ണവും കൂടി. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികൾ വലയുകയാണ്. ശിശുരോഗ വിദഗ്ധനുമില്ല. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. പട്ടാമ്പിയിലെ ആശുപത്രിയിൽ ഡോക്ടറുമില്ല, നഴ്സുമില്ല. കിടപ്പ് സമരം സിന്ദാബാദ്. ഇന്ന് 4 ഡോക്ടർമാർ മാത്രം നിന്നുകൊണ്ടും 10-500ഓളം OP ആയിട്ട് OP ചുരുങ്ങിക്കൊണ്ടും ഉള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സൂപ്രണ്ട്, ഗൈനോക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, അനസ്തിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് റേഡിയോഗ്രാഫർ, അറ്റൻഡർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ 12 ഒഴിവുകളാണുള്ളത്. ജീവനക്കാരുടെ കുറവിന് പരിഹാരമുണ്ടാകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18, പട്ടാമ്പി. കണ്ണൂർ മാട്ടൂലിൽ പഞ്ചായത്ത് ഓഫീസിൽ യുവാവിന്റെ അതിക്രമം. വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മാട്ടൂർക്കാവിലെ പറമ്പ് സ്വദേശി KK മുഫീദാണ് ആക്രമണം നടത്തിയത്. ഓഫീസിലെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയതിനെ തുടർന്ന് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ₹1 രൂപയ്ക്ക് 5 വീട് നിർമ്മിക്കാൻ കഴിയുമോ? പല തുള്ളി പെരുവെള്ളമെന്നല്ലേ? സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുറപ്പെട്ട 2 ചെറുപ്പക്കാർ സൈക്കിളിൽ ഇതിനായി ഭാരത പര്യടനത്തിലാണ്. 2 ജില്ല പൂർത്തിയാക്കിയപ്പോഴേക്കും ഭൂമി വാങ്ങി. അർഹരായവർക്ക് വീട് നൽകാൻ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും കഴിയുമെന്നാണ് റനീഷും KG നിജിനും കരുതുന്നത്. ഈ ചെറുപ്പക്കാർ സൈക്കിളിൽ രാജ്യം ചുറ്റി സഞ്ചരിക്കുകയാണ്. നാട് കാണാനല്ല ഇവരുടെ യാത്ര. ചെറുതും വലുതുമായ നാടും നഗരവും സഞ്ചരിച്ച് ₹1 രൂപ മുതൽ സംഭാവന സ്വീകരിച്ച് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് ലക്ഷ്യം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കാസർഗോഡും കണ്ണൂരും പര്യടനം പൂർത്തിയാക്കി ഇതിനകം 5 ലക്ഷത്തോളം രൂപ ലഭിക്കുകയും ഭൂമി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾ വയനാട് സുൽത്താൻ ബത്തേരി അമ്പലവയലിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ പര്യടനത്തിലാണ്, സൈക്കിളിലാണ് റൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ റൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടുന്നത് കുറഞ്ഞത് ₹1 രൂപയാണെങ്കിൽ പോലും കളക്ട് ചെയ്തിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത വികലാംഗരും രോഗികളായ ഒരു 5 പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങിയതാണ്. അമ്പലവയൽ സ്വദേശിയായ റനീഷ് മൊബൈൽ കടയിലെ ജീവനക്കാരനാണ്. സുഹൃത്ത് നിജിൽ ബാലുശ്ശേരി സ്വദേശിയാണ്. ബത്തേരി പൂമലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം. രാത്രിയിൽ കൂടാരമൊരുക്കി അതിൽ കഴിയും. അതുകൊണ്ട് ചെലവ് കുറയും. പകൽ സമയത്ത് സൈക്കിളിൽ സഞ്ചരിച്ച് ആളുകളെ കാണും. സഞ്ചാരപ്രിയരായ ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18, വടകര. ഇടുക്കി പെരുവന്താനത്തെ വിദ്യാർത്ഥികൾ മുത്തശ്ശി മരത്തിന്റെ തണലിൽ ഒത്തുചേർന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉയർത്തിയാണ് മരച്ചുവട്ടിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചത്.
പൊണ്ണന്മാവ് എന്നാണ് മുത്തശ്ശിമരത്തിന്റെ വിളിപ്പേര്. നാടിന്റെ ചരിത്രത്തിനൊപ്പം പടർന്നു പന്തലിച്ച മാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ സാമൂഹിക പ്രവർത്തകനായ ജലീൽ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. നമ്മുടെ ഗവൺമെന്റ് പൊണ്ണന്മാവിനെ ആദരിക്കുകയും നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുറേ മരങ്ങൾ ഇതുപോലെ ആദരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗവൺമെന്റ് ആദരിച്ച ഒരു വൃക്ഷമാണ് ഈ പൊണ്ണന്മാവ്. അതുകൊണ്ടാണ് ഈ പൊണ്ണന്മാവിനെ 200ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഈ മാവിനെ അതുകൊണ്ട് മരമുത്തശ്ശി എന്നാണ് നമ്മുടെ ഈ മാവിനെ അറിയപ്പെടുന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി 2 ആഴ്ച നീണ്ടുനിന്ന പരിപാടികളാണ് പെരുവന്താനം ഗവൺമെന്റ് UPS സ്കൂളിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മുത്തശ്ശി മരച്ചുവട്ടിലെ ക്ലാസിനൊപ്പം കുട്ടികൾക്ക് വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ന്യൂസ് 18 പെരുവന്താനം. ഗുരുവായൂർ ആനക്കോട്ടയിലെ തൂക്കം നോക്കാനുള്ള മെഷീൻ അതിവേഗം നന്നാക്കി ഗുരുവായൂർ ദേവസ്വം. ഇടിമിന്നലിലാണ് മെഷീൻ കേടായത്. ഗുരുവായൂർ ആനക്കോട്ടയിലെ 45ഓളം ആനകളുടെയും അവയുടെ തീറ്റയുടെയും ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇടിമിന്നലിൽ കഴിഞ്ഞ ദിവസം കേടായത്. സമീപ പ്രദേശങ്ങളിലെ ആനകളുടെ ഭാരം നോക്കാനും ആനക്കോട്ടയിലെ യന്ത്രത്തെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ യന്ത്രം കേടായതോടെ ആനക്കോട്ടയിലെ ആനകളെ പരിചരിക്കുന്നവരും ആന ഉടമകളും എല്ലാം ആശങ്കയിലായിരുന്നു. മെഷീൻ നന്നാക്കാൻ വൈകുന്നത് ആനകളുടെ ഭക്ഷണത്തെയും ദൈനംദിന ആരോഗ്യത്തെക്കുറിച്ചുള്ള പരിശോധനകളെയും ബാധിക്കും. ഈ ആശങ്കയ്ക്കാണ് ദേവസ്വം അതിവേഗം പരിഹാരം കണ്ടെത്തിയത്. ആനകൾക്കെല്ലാം അടുത്ത മാസം 1-ാം തീയതി മുതൽ സുഖചികിത്സ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി ആനകളുടെ തൂക്കം നോക്കിയിട്ട് വേണം ചികിത്സാ രീതികൾ ക്രമീകരിക്കപ്പെടുവാൻ. ആ തൂക്കം നോക്കുന്ന വെയിൻ മെഷീൻ ഇടിമിന്നലിൽ നാശമായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നന്നാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ആനകളുടെ സുഖചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ സഹായകരവും വളരെ സന്തോഷകരവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഡിജിറ്റലൈസ്ഡ് ആയ വെയിങ് മെഷീനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഗുരുവായൂർ. തിരുവനന്തപുരം മംഗലപുരത്ത് കടയുടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. കൊയ്ത്തൂർക്കോണം സ്വദേശി ഇബ്രാഹിമിനെയാണ് കരിക്കകം സ്വദേശി ബൈജു വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കടയിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം പണം നൽകാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. ആക്രമണത്തിൽ ഇബ്രാഹിമിന്റെ ചെവി അറ്റുപോവുകയും കൈപ്പത്തിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഇബ്രാഹിമിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. തൊടുപുഴയിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ അഭിഭാഷകൻ പിടിയിൽ. വാഴക്കുളം സ്വദേശി സൂര്യലാലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഇയാൾ ഓടിച്ച കാർ 6 വാഹനങ്ങളാണ് ഇടിച്ചു തെറിപ്പിച്ചത്. മോഷ്ടിക്കാൻ കയറിയ കടയിൽ പണം സൂക്ഷിക്കാത്തതിൽ രോഷപ്രകടനം നടത്തിയ കള്ളൻ പിടിയിൽ. വയനാട് പുൽപ്പള്ളി സ്വദേശി വിശ്വരാജിനെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ആഴ്ച തൃശൂർ കുന്നംകുളത്തെ കടയിൽ മോഷണത്തിന് കയറിയ ആളാണ് ഒന്നും കിട്ടാത്തതിലെ നിരാശ ഇങ്ങനെ പ്രകടിപ്പിച്ചത്. അത് ഇങ്ങനെ കുറിച്ചിടുകയും ചെയ്തു. രോഷവും പുച്ഛവും കലർന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്നാൽ വൈറലായ കുറിപ്പ് തന്നെ തനിക്കുള്ള വല ഒരുക്കുമെന്ന് കള്ളൻ അറിഞ്ഞില്ല. അതോടെ കള്ളനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഒടുവിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലുണ്ടെന്ന് കണ്ടെത്തി പോലീസ്. ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളിലൊക്കെ കടകളിലൊക്കെ കയറുക, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം ഒരു 100-നടുത്ത് തന്നെ കേസുകൾ ഓൾറെഡി ഉണ്ട്. അവനതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വിവിധ ജില്ലകളിലായി 53 കേസുകളിൽ പ്രതിയായി കഴിഞ്ഞിരുന്നു വിശ്വരാജ്. ന്യൂസ് 18 വയനാട്. ആറ്റിങ്ങലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം കൂട്ടിക്കട സ്വദേശി അല്ലമീനാണ് അറസ്റ്റിലായത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ഇരുചക്ര വാഹനത്തിൽ എത്തിയ പ്രതി കടന്നുപിടിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. ഗോൾഡ് പാലസ് ജ്വല്ലറി തട്ടിപ്പിനിരയായവർ ഉടമകളുടെ ആസ്തികൾ കൈവശപ്പെടുത്തിയുള്ള സമരം തുടങ്ങി. കോഴിക്കോട് കുറ്റ്യാടി വടയത്തുള്ള ഭൂമിയിൽ ഇരകൾ പ്രകടനമായി എത്തിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ നാട്ടി സമരത്തിന്റെ ശൈലി മാറ്റിയത്. ഗോൾഡ് പാലസ് ജ്വല്ലറി തട്ടിപ്പിനിരയായ ഇരകളുടെ സ്വർണവും പണവും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി കുറ്റ്യാടിയിൽ സമരം നടത്തുകയാണ് നിക്ഷേപകർ. സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്ന സമരമായി അവർ ഇതിനെ മാറ്റുകയാണ്. കുറ്റ്യാടി വടയത്തുള്ള ഉടമകളുടെയും ജീവനക്കാരുടെയും പേരിലുള്ള സ്വത്താണ് കൈവശപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചത്. വടയത്ത് നിന്ന് പ്രകടനമായി നീങ്ങിയ സമരസഹായ സമിതി പ്രവർത്തകർ
ഉടമകളുടെയും മാനേജർമാരുടെയും പങ്കാളിത്തത്തോടെ വാങ്ങിയ സ്ഥലത്ത് പ്രവേശിക്കുകയും കൊടികുത്തി സ്ഥലം കൈവശപ്പെടുത്തിയതായുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഗോൾഡ് പാലസിലെ പ്രധാനപ്പെട്ട ഉടമകളുടെ എല്ലാം പേരിലുള്ള ഈ വടയോത്ത ഈ സ്ഥലത്തേക്ക് ഇന്ന് മാർച്ച് നടത്തി ഈ സ്ഥലം സമരസമിതിയുടെയും ആക്ഷൻ കമ്മിറ്റിയും കൈവശപ്പെടുത്തുന്നതായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരവും നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. 3 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊടികൾ ഒരുമിച്ച് പറമ്പിൽ കുത്തും. ഈ സ്ഥലം കൈവശപ്പെടുത്തിയതായുള്ള ബാനർ ഇവിടെ നമ്മൾ സ്ഥാപിക്കും. ഈ സ്ഥലം ഇനി ഈ ഗോൾഡ് വാഷ് ഇരകളുടെയും ആ ഇരകളുടെ സമരം കൈകാര്യം ചെയ്യുന്ന ആക്ഷൻ കമ്മിറ്റിയും സമരസമിതിയുടെയുമായിരിക്കും ഈ സ്ഥലമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. 10 മാസമായി നിരന്തരമായ സമരം നടത്തിയിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഉടമകളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരസഹായ സമിതി സമരത്തിന്റെ രീതി മാറ്റാൻ തീരുമാനിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉടമകളുടെ മറ്റ് ആസ്തികൾ പിടിച്ചെടുക്കുകയും അവിടെ കൊടികുത്തുകയും ചെയ്യുമെന്ന് സമരസഹായ സമിതി നേതാക്കൾ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് ഉണ്ടായത്. ന്യൂസ് 18 കുറ്റ്യാടി. ക്യാൻസർ ബാധിതയായ 5 വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി ആശുപത്രികൾ തോറും കയറിയിറങ്ങി രക്ഷിതാക്കൾ. മജ്ജയിൽ ബാധിച്ച ക്യാൻസർ ഭേദമായെങ്കിലും മറ്റൊരു രൂപത്തിൽ വേട്ടയാടുകയാണ് രോഗം. ഏക മകളുടെ ജീവൻ നിലനിർത്താൻ ആലപ്പുഴ സ്വദേശികളായ സൗമ്യയ്ക്കും അശോകനും 40 ലക്ഷത്തോളം രൂപയാണ് ആവശ്യം. മോൾക്ക് ഒരു 3.5 വയസ്സായപ്പോൾ മാരോയിൽ ക്യാൻസർ വന്നിട്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ ഇവിടെ റിവ്യൂവിന് വരുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിൻ്റെ അകത്ത് എന്തോ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്രോത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് അത് അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അടുത്ത റിവ്യൂവിൽ വന്ന് നോക്കുമ്പോൾ ഇത് വീണ്ടും പ്രശ്നമാണ്. ബ്ലഡ് വന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും വീണ്ടും പ്ലേറ്ററ്റിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു, WBC കുറഞ്ഞു. അങ്ങനെ വളരെ ബ്ലഡിൻ്റെ ഇതിലും വന്ന് വളരെ ഡിഫറൻസുകൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ബോൺ മാരോ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബ്ലഡിലാണ് ഇപ്പോൾ വന്ന് ക്യാൻസർ 2ാമത് സ്ഥിരീകരിച്ചത്. അത് വന്നിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീമോതെറാപ്പി, ഒരു സൈക്കിൾ കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നെഗറ്റീവ് ആക്കിക്കൊണ്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായിട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അത് അമൃത ഹോസ്പിറ്റലിൽ ഇതിപ്പോൾ അവളുടെ മദറിൻ്റെ മാരമാണ് ഒരു ഹാഫ് മാച്ച് ആയിട്ടുള്ളത്. ഫുൾ മാച്ച് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് എൻ്റെ മാര് എടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഹാഫ് മാച്ചിൽ വെച്ച് അമൃതയിൽ ചെയ്യുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാരായണ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ റെഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 40 ലക്ഷം രൂപ മിനിമം ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. എൻ്റെ ഭർത്താവ് ഹോട്ടൽ ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് ഇപ്പം ഹാർട്ട് സംബന്ധമായ പ്രശ്നം കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇതുവരെ മോളുടെ ചികിത്സയെല്ലാം ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇതുവരെ പോയത്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, മോളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു 40 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ, ഇനി മോളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ സുമനസ്സുകളുടെ സഹായമില്ലാതെ ഞങ്ങളുടെ മോളുടെ ജീവൻ ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് സുമനസ്സുകൾ ഞങ്ങൾക്ക് വേണ്ടി, മോൾക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. ഈ മോളുടെ ജീവൻ നിലനിർത്തുവാൻ നമ്മളുടെ എല്ലാം സഹായം കൂടിയേ തീരൂ. ഇക്കാലമത്രയും ചികിത്സാ ചെലവിനായി പണം കണ്ടെത്തിയത് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയായിരുന്നു. ഇനിയും ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത് 40 ലക്ഷത്തിന് മുകളിലാണ്. നിങ്ങളാൽ കഴിയുന്ന ആളുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അതിനുള്ള തുക കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ക്യാമറമാൻ SI നിതിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഗായകർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി കേരളത്തിലെ ഗായകരുടെ കൂട്ടായ്മയായ സിംഗേഴ്സ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പോളിസി വിതരണം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു.
പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. രാജരോഹിണി ഹാളിൽ നടന്ന വികസന സെമിനാർ PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. നവകേരള സൃഷ്ടിക്ക് ജനകീയാസൂത്രണത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു സെമിനാർ. നഗരസഭാ ചെയർമാൻ നിമ്മി എബ്രഹാം അധ്യക്ഷയായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തും ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് ആൻഡ് ഏജന്റ്സ് അസോസിയേഷനുമായി ചർച്ചകൾ നടത്തി. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു. മാർക്കറ്റിൽ മത്സ്യം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ കരാറുകാരനും നിലവിൽ കരാറെടുത്ത ആളും തമ്മിലായിരുന്നു തർക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിളിച്ച യോഗത്തിലാണ് പ്രശ്നപരിഹാരം ഉണ്ടായത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശവുമായി കൊച്ചിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ യോഗ അവതരണം ശ്രദ്ധേയമായി. കലയും യോഗയും സമന്വയിപ്പിച്ച് യോഗ അവതരണത്തിനൊപ്പം വിദ്യാർത്ഥികൾ ചിത്രരചനയും നടത്തി. യോഗ ഒരു ആരോഗ്യശീലം എന്നതിനപ്പുറം ഒരു കലാരൂപം കൂടിയാണെന്ന പാഠമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലായിരുന്നു യോഗാ പ്രദർശനം. ഇടപ്പള്ളി ക്യാമ്പയിൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആർട്ടിസ്റ്റിക് യോഗ പ്രദർശനം നടത്തിയത്. ഇതിൽ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യോഗയുടെ മഹത്വം, അതോടൊപ്പം പ്രകൃതിയിൽ നിന്ന് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ആർട്ടിസ്റ്റിക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ യോഗയും ചെയ്യുന്നു, അതോടൊപ്പം ഒരു ആർട്ടും നടക്കുന്നു, ഇവിടെ ചിത്രകലയും നടക്കുന്നുണ്ട്. അപ്പോൾ യോഗയും ചിത്രകലയും കൂടെ ബന്ധം ഉണ്ടാക്കി അത് എങ്ങനെ ഭംഗിയാക്കി ചെയ്യാം, എത്രത്തോളം നമുക്ക് ഫോക്കസ്ഡായി എത്രത്തോളം ഏകാഗ്രതയോടെ രണ്ടും ചെയ്തുകൊണ്ടിരിക്കാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ആർട്ടിസ്റ്റിക് യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. കോവിഡിനെ അതിജീവിക്കാൻ യോഗ നൽകുന്ന പരിരക്ഷണം വലുതാണെന്ന സന്ദേശം നൽകാനാണ് പൊതുയിടത്ത് യോഗ പ്രദർശനം നടത്തിയതെന്ന് സ്കൂൾ ഡയറക്ടർ KV തോമസ് പറഞ്ഞു. ഫിസിക്കൽ ഫിറ്റ്നസ് ത്രൂ യോഗ, അതാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. സോ വി ഹാവ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. Always, we have every day in the morning, we have sessions like this. We have a special yoga, your practice yoga master is there, your teacher is there. ഈ മാസം 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. ന്യൂസ് 18 കൊച്ചി. പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ സഞ്ചരിക്കുന്ന ശാഖ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. സഹകരണ വകുപ്പ് മന്ത്രി BN വാസവൻ ശാഖ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിലാണ് സഞ്ചരിക്കുന്ന ശാഖ പ്രവർത്തിക്കുന്നത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ 8 സ്ഥലത്ത് മുൻ നിശ്ചയിച്ച പ്രകാരം വാഹനമെത്തും. അക്കൗണ്ട് ഉടമകൾക്ക് ബാങ്കിന്റെ എല്ലാ സേവനങ്ങളും സഞ്ചരിക്കുന്ന ശാഖയിൽ നിന്ന് ലഭിക്കും. വാഹനത്തിൽ 3 ജീവനക്കാരും 1 ഡ്രൈവറും ഉണ്ടാകും. ഇടപാടുകാർക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യമടക്കം ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ചലിക്കുന്ന ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് എന്ന് തന്നെ പറയാം. അതിനകത്താണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലോണിൻ്റെ അപേക്ഷ സ്വീകരിക്കും, ചിട്ടി, പിന്നെ ബാങ്ക് റീപേയ്മെൻറ്റ്, പണയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടെ നടത്താമെന്നുള്ള ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പോലെ തന്നെ. ജില്ലയിൽ ആദ്യമായാണ് ഒരു സഹകരണ ബാങ്കിന് സഞ്ചരിക്കുന്ന ശാഖ ആരംഭിക്കുന്നത്. സഞ്ചരിക്കുന്ന ശാഖയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ബാങ്കിന് ISO അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും. ന്യൂസ് 18 കായംകുളം. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ട 1158 പേർക്ക് കൂടി ധനസഹായം വിതരണം ചെയ്തു. സുപ്രീംകോടതി ഇടപെട്ടതോടെയാണ് ധനസഹായ വിതരണം സർക്കാർ പുനരാരംഭിച്ചത്. 2002 പേർക്കുള്ള ധനസഹായ വിതരണമാണ് ഇനി ബാക്കിയുള്ളത്. സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ അനുവദിച്ച 200 കോടി രൂപയിൽ നിന്നാണ് നിലവിൽ ദുരിതബാധിതർക്ക് ധനസഹായം വിതരണം ചെയ്യുന്നത്. ഇതുവരെ 1158 പേർക്കായി 45,75 ലക്ഷം രൂപ വിതരണം ചെയ്തു. പ്രത്യേക വെബ് പോർട്ടലിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. ഇനി 2102 പേർക്ക് കൂടി നഷ്ടപരിഹാരം നൽകാനുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് ഇവർക്ക് ധനസഹായം വിതരണം ചെയ്യും. സർക്കാർ അനുവദിച്ച 200 കോടി രൂപ സുപ്രീം കോടതി ഉത്തരവ് അപേക്ഷകർക്ക് കൃത്യമായി നൽകി വരികയാണ്. കാലതാമസം ഒഴിവാക്കുന്നതിനും ദുരിതബാധിതർക്ക് അസൗകര്യമുണ്ടാക്കാതെ സുതാര്യമായും ധനസഹായം ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ വെബ് പോർട്ടലിലൂടെ മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. പോർട്ടൽ നിലവിൽ വരും മുൻപ് സെല്ലിൽ നേരിട്ട് അപേക്ഷ നൽകിയവരുടെ ഫയലുകളിലും തീരുമാനമെടുക്കും.
ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാര തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ ദുരിതബാധിതരിൽ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് തുക വിതരണത്തിനുള്ള നടപടി സർക്കാർ പുനരാരംഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.